നമസ്കാരം. എൻ്റെ പേര് അപർണ. ഞാൻ സുരേഷ് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് 3.5 മാസം മുമ്പെയാണ്. ഇത്രയും നാളത്തെ എൻ്റെ അനുഭവം വെച്ചൊരു വീഡിയോ ഇടുകയാണ്. എൻ്റെ അനുഭവം കുറച്ച് വ്യത്യസ്തമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിൽ നിന്നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അമേരിക്ക സെറ്റിൽഡായ ഒരു മലയാളിയാണ്. അപ്പോൾ എൻ്റെ സമയം വൈകുന്നേരം 6:15 തൊട്ട് 7:15 വരെയാണ്. അപ്പോൾ ഈ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും എനിക്കറിയില്ലായിരുന്നു. ഞാൻ സാറിനോട് എൻ്റെ സംശയങ്ങൾ പറഞ്ഞു. ഈ സൂര്യനമസ്കാരമൊക്കെ വൈകുന്നേരം ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്തായാലും സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത്ര നാളത്തെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ് പറയാനുള്ളത്. ഒത്തിരി ഉണ്ട്. അതായത് എനിക്ക് ഓർമ്മ വരുന്ന ഞാൻ പറയാം. ഒന്നാമത് എനിക്കൊരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടായി. വൈകുന്നേരം ഒരു സ്കെഡ്യൂൾ ഉണ്ടായി. ഇപ്പോൾ 6:15 ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും എൻ്റെ ജോലി തീർക്കണം, ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ 8:15 കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒരു ടൈം മാനേജ്മെൻറ്റും സ്കെഡ്യൂളും ഉണ്ടാക്കിയാണ് ഇത് ചെയ്യുന്നത്. എന്നാലേ എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. ഫുഡ് കഴിക്കുന്ന ഒരു ടൈം വയ്ക്കുക. അതല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ US-ലൊരു തണുപ്പുള്ള പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഒരു പുതപ്പെടുത്ത് ഒരു ചായയോ കാപ്പിയോ കുടിച്ചിരുന്ന് TVയും കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് വരുന്നത് ഈ തണുപ്പത്ത്. പക്ഷെ ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. പിന്നെ സാറ് എല്ലാ മാസവും 2 പ്രാവശ്യം 21 തവണ സൂര്യ നമസ്കാരം ചെയ്യിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഇത് ആദ്യമൊക്കെ എനിക്ക് എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം വലിയ പ്രയാസമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ സ്റ്റാമിന കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ്. എന്നെക്കൊണ്ട് നേരത്തെ ചെയ്യാൻ പറ്റായിരുന്ന പല എക്സസൈസും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് എല്ലാ ബോഡി പാർട്സും ഒരേപോലെ കവർ ചെയ്യുന്നുണ്ട്. നെക്ക്, ഷോൾഡർ, കണ്ണ്. ഇതൊന്നും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കത്തില്ല. ഞാൻ ആകെ ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ത്രെഡ്മില്ല് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ചെയ്യുമായിരുന്നു. അല്ലാതെ നമ്മൾ ഷോൾഡറിൻ്റെ കാര്യമോ ഒന്നും ആലോചിക്കുന്നേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ IT-ലൊക്കെ വർക്ക് ചെയ്യുന്നവരോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണേലും എല്ലാവരും ഇത് ബാക്ക് പെയിൻ ഉള്ളവരും കണ്ണിന് പ്രശ്നമുള്ളവരും ഒക്കെയല്ലേ ഇപ്പോൾ. അപ്പം ഇങ്ങനത്തെ എക്സസൈസൊക്കെ ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. നമ്മളെ ഒരാൾ ഗൈഡ് ചെയ്യുമ്പം അത് വെച്ച് നമുക്ക് ഫോളോ ചെയ്ത് ചെയ്യാനും പറ്റും. അങ്ങനെ അതൊരു വേറൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ സാറ് കുറച്ച് സ്ട്രിക്റ്റാണ്. അത് പക്ഷേ ഇത്രയും 150 പേരോളം ഉണ്ട് നമ്മുടെ യോഗ ക്ലാസ്സിൽ. എനിക്കറിയില്ല കറക്റ്റ് എത്ര പേരുണ്ടെന്ന്. ഇത്രയും പേരെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. എല്ലാവരും സ്ട്രിക്റ്റായിട്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് അഭിപ്രായം. സാറ് ഒരാൾ വീഡിയോ ഓഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ സാറത് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോരുത്തരുടെ കാര്യത്തിലും എത്രത്തോളം കെയർഫുൾ ആയിട്ട് നോക്കുന്നുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനിയും ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് തീരുമാനം. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ആരോഗ്യമുള്ള ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.